സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാട് ഒരു ഇലക്ഷനിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക്, ഇലക്ഷൻ പ്രക്രിയകൾക്ക് വേണ്ടി നമ്മളൊക്കെ പോകും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭം വരുമ്പോഴും ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് അവൻ അറിഞ്ഞിരിക്കേണ്ട വിശ്വാസ പാഠങ്ങൾ, കർമ്മപാഠങ്ങൾ മനസ്സിലാക്കുകയും അവൻ്റെ പരലോകം നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ, ആ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന രൂപത്തിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്താനും അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേ ഒരു കാര്യം സഹോദരന്മാരെ, ഈ ഒരു വിഷയത്തിലും വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പുകൾ മാറി മാറി വരുമ്പോൾ വിശ്വാസികൾക്ക് ഈ ഒരു കാര്യം നൽകേണ്ട ചില ഗുണപാഠങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ കാലഘട്ടത്തിൽ ഏതൊരു ചെറിയ സന്ദർഭത്തിൽ നിന്ന് പോലും ഗുണപാഠങ്ങൾ പഠിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിട്ടുണ്ട്. സഹാബികൾ പറഞ്ഞത്, ആകാശത്ത് പറന്നു പോകുന്ന ഒരു പറവയെയും അതിൽ നിന്നും ഒരു ഗുണപാഠം പഠിപ്പിച്ചു തന്നിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മമായി ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും അതെല്ലാം സഹാബികൾക്ക് ഗുണപാഠങ്ങളാക്കി കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിട്ടുണ്ട്. നടന്നു നീങ്ങവേ, സഹാബികളുമായി നടന്നു പോകവേ, ചത്ത ഒരു ആടിനെ കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് ഒരു ദിർഹമിന് ഇത് ആവശ്യമുള്ളത്? സഹാബികൾ പറഞ്ഞു, ആർക്കും ആവശ്യമില്ല. റസൂൽ വീണ്ടും വില കൂട്ടി ചോദിച്ചു, ആർക്കാണ് ഒരു ദീനാറിന് ആവശ്യമുള്ളത്? റസൂലെ, ആർക്കും ആവശ്യമില്ല. 2 ദീനാറുകൾക്ക് ആർക്കാണ് ആവശ്യമുള്ളത്? പ്രവാചക, ചത്ത ആട് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പ്രതിവദിച്ചു. പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞത്, എങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ ഈ ചത്ത ആടിനെ നൽകാത്ത വില പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് നൽകുന്നില്ല. പക്ഷെ മനുഷ്യൻ ആ ദുനിയാവിൻ്റെ വേണ്ടി, ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ്റെ സമയവും അവൻ്റെ അധ്വാനവും എല്ലാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഇഹലോക ജീവിതത്തിനെ വല്ലാത്ത പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, പരലോകമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതും ബാക്കിയാകുന്നതുമെന്ന്. പക്ഷെ മനുഷ്യൻ ആ പരലോകത്തെ നഷ്ടപ്പെടുത്തുകയാണ്, മറന്നു പോവുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരലോകത്തെ ഓർക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ നിലക്ക് സുഹൃത്തുക്കളെ, മാറി മാറി വരുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ പരലോകത്തുള്ള അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പായിരിക്കണം. ഇവിടെ നമുക്ക് ഒരു തവണ തിരഞ്ഞെടുത്ത ആളുകൾ അവരുടെ ഭരണവും ഇടപെടലുകളും മോശമാണെങ്കിൽ അവനേക്കാൾ മികച്ച ഒന്നിനെ അടുത്ത തവണ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും സമയവും ഇവിടെ ഉണ്ട്. നമുക്കത് ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമാകും. എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, പരലോകത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ മറ്റൊരു അവസരം ഒരിക്കലും നൽകുകയില്ല. മറ്റൊരു തിരഞ്ഞെടുപ്പ് അവിടെ നൽകപ്പെടുകയില്ല. മറിച്ച് ഈ ലോകത്ത് നമ്മളുടെ ജീവിതം എങ്ങനെയായിരുന്നുവോ അതനുസരിച്ചുള്ള പ്രതിഫലം മാത്രമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു വോട്ടെടുപ്പ് നടക്കുന്നില്ല. ഇവിടെ ഇഹലോകത്താണ് നമ്മുടെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫലപ്രഖ്യാപനം മാത്രമാണ് ഉണ്ടാകുന്നത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം അവർക്ക് ആസ്വദിക്കാനുള്ള സുഖവും അതേപോലെ തന്നെ ദുഃഖവുമാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി ഒരു അവസരം അല്ലാഹു നൽകുമോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിലെ നന്മകളും തിന്മകളും ഒന്ന് കൃത്യമായി ആലോചിച്ച് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തിന്മകളെ പരിപൂർണമായി മാറ്റിവെച്ച് നന്മകൾ ധാരാളമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. ഒരു കൃത്യമായ പരിശോധന നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കർമ്മങ്ങളെ കുറിച്ചുള്ള പരിശോധന, എൻ്റെ നമസ്കാരം അത് കൃത്യമാണോ എന്ന്, ജമാഅത്തായിക്കൊണ്ട് ഞാൻ പള്ളികളിൽ നമസ്കരിക്കുവാൻ എത്തുന്നുണ്ടോ എന്ന്, ഇന്ന് സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ എത്തിയിട്ടുണ്ടോ, അതിന്റെ ജമാഅത്തിന്റെ അവസ്ഥ എന്താണ്, എൻ്റെ കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്, ഈ നിലക്കുള്ള ഒരു പരിശോധന സുഹൃത്തുക്കളെ നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ, ആ പരിശോധനയിലൂടെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിപ്പോയിട്ടില്ല എങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരാണ്, ഹതഭാഗ്യരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല. കാരണം പരലോകത്ത് ഒരു അവസരം നമുക്ക് വീണ്ടും ലഭിക്കപ്പെടുകയില്ല.
അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നമുക്ക് നൽകേണ്ട ആത്മീയമായ ചിന്ത ഈ രൂപത്തിലായിരിക്കണം. നമുക്ക് പരലോകത്തെക്കുറിച്ച്, അവിടെയുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി, അവിടെയുള്ള ഫലപ്രഖ്യാപനത്തിന് വേണ്ടി പണിയെടുക്കുവാനായിരിക്കണം നമുക്ക് കഴിയേണ്ടത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇത്തരം ഒരു കാര്യം ഇലക്ഷനുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകമാണ് ഏറ്റവും വലുത്. ഇഹലോകം നമുക്ക് നൈമിഷികമായ ഒരു സമയം മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഈ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 60ന്റെയും 70ന്റെയും ഇടയിൽ മാത്രമാണ്. പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള വിളവെടുപ്പിന് വേണ്ടി കൃഷി ഇറക്കുന്ന ഒരു കൃഷിഭൂമി മാത്രമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പരലോകത്തിനെ ഭയപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കണമെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കളെ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളും ഉണ്ടായിരിക്കും. ആ സ്ഥാനാർത്ഥിയെ, ആ പാർട്ടിയെ ഉയർച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തു നെറുകെട്ട പണിയും എടുക്കാമെന്ന ചിന്ത ഒരാൾക്കും ഉണ്ടാകുവാൻ പാടില്ല. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന പണി ഒരിക്കലും ഈ വിഷയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ പാടില്ല. ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ, അന്യനെ കുറിച്ച്, നമുക്കിഷ്ടമില്ലാത്ത എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച്, എതിരാളിയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും നമുക്കുണ്ടാകുവാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരും നെറിയുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് തീർത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലും ചെളിവാരിയെറിയലും മാത്രമായിക്കൊണ്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചും രാഷ്ട്രീയ പ്രവർത്തനം, നാട്ടിലെ സാമുദായിക പ്രവർത്തനങ്ങളിൽ, വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സാമൂഹിക വിഷയത്തിൽ ഇടപെടേണ്ടവനാണ്. അത്തരത്തിൽ രാഷ്ട്രീയം അവൻ ആവശ്യവുമാണ്. അതൊരു വേള കൂലി കിട്ടുന്ന കാര്യം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മദീന പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രയാസം നീക്കിക്കൊടുക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവന്റെ വിശ്വാസം ശരിയാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ, ഒരു സഹോദരന്റെ പ്രയാസം നീക്കി കൊടുക്കുന്നവന് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം നീക്കി കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെ കയ്യിൽ നിന്നും വായിൽ നിന്നും മറ്റുള്ള ആളുകൾ സുരക്ഷിതരാകുന്നിടത്ത് മാത്രമാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ, അത്തരത്തിലുള്ള അധ്യാപനങ്ങൾ ധാരാളം കാണുവാൻ സാധ്യമാകും. പരലോകത്തെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂലി ലഭിക്കും. അത്തരം സ്ഥാനങ്ങളിലേക്ക്, നേതൃത്വത്തിലേക്ക് നമ്മൾ എത്തുകയും വേണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട് എന്നത് ഒരിക്കലും നിഷിദ്ധമായ വിഷയമല്ല. എന്നാൽ അതേസമയം സുഹൃത്തുക്കളെ, ഈ കാര്യം ചെയ്യുന്നിടത്ത് നമ്മുടെ പരലോകം നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവനെ കുറിച്ച് അവന്റെ അനാവശ്യങ്ങൾ പറയുക എന്നുള്ളത്, അവന്റെ കുറ്റവും കുറവും പറയുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല. അത് സ്ഥാനാർത്ഥിയാകട്ടെ മറ്റാരാകട്ടെ, അവൻ വളരെ മോശപ്പെട്ടവനാണ്, അവൻ അങ്ങനെ ചെയ്യുന്നവനാണ്, അവൻ ഇങ്ങനെ ചെയ്യുന്നവനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അന്യന്റെ ന്യൂനതകൾ ചികഞ്ഞന്വേഷിച്ച് അത് പ്രചരിപ്പിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ കണ്ണും കൂട്ടി പ്രചരിപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഒരു ഫാസിഖായ ഒരു മനുഷ്യൻ ഒരു വാർത്തയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി അന്വേഷിച്ച ശേഷം മാത്രമേ പ്രചരിപ്പിക്കുവാൻ പാടുള്ളൂ. വാട്സാപ്പ് തുറക്കുമ്പോൾ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ, ഏതെങ്കിലും ഒരു ചാനലിന്റെ പേരിൽ ഒരു വാർത്ത വന്നു, അതിന്റെ എതിരാളിയെ കുറിച്ചുള്ള മോശമായ കാര്യമാണ്, ഇത് പ്രചരിപ്പിച്ചാൽ എന്റെ പാർട്ടിക്ക് കുറച്ച് വോട്ട് കിട്ടും, അതുകൊണ്ട് പരമാവധി പ്രചരിപ്പിക്കുക. എല്ലാം കഴിഞ്ഞ് അങ്ങേയറ്റം എത്തിയ ശേഷമായിരിക്കും പിന്നീട് അതിന്റെ ശരിയായ അവസ്ഥ പുറത്തു വരുന്നത്. ഞാൻ ചെയ്ത കാര്യം, ഷെയർ ചെയ്ത കാര്യം അത് തെറ്റാണ് എന്ന് തെളിവോടുകൂടി തെളിയിക്കപ്പെടുന്നത് പിന്നീടായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്ത പ്രവൃത്തി എന്തായി കഴിഞ്ഞു? അത് ഗീബത്തിന്റെ പ്രചരണമായി കഴിഞ്ഞു, അത് കളവുകൾ പ്രചരിപ്പിക്കലായി കഴിഞ്ഞു. നമ്മുടെ അക്കൗണ്ടിലേക്ക് തിന്മകൾ നമ്മൾ വാരിക്കൂട്ടിക്കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രം മതി ഒരു മനുഷ്യനെ കളവായിക്കൊണ്ട്, തിന്മയായിക്കൊണ്ട് രേഖപ്പെടുത്തുവാൻ. നമ്മൾക്ക് വാട്സാപ്പിൽ കിട്ടിയ ഒരു വാർത്ത, ആരെങ്കിലും പറഞ്ഞ് കിട്ടിയ വാർത്ത, അതെനിക്ക് അങ്ങനെ കിട്ടിയതാണ്, ഞാനതിന് ശരിയും തെറ്റും നോക്കിയിട്ടില്ല,
അതങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ പ്രചരിപ്പിച്ചെന്ന് പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ ശരിയായ കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. ശരിയായ കാര്യം അന്വേഷിച്ചാൽ മാത്രം പോരാ, അത് ശരിയാണെന്ന് തെരഞ്ഞെടുത്താൽ തന്നെ, നമുക്ക് മനസ്സിലായാൽ തന്നെ ഈ കാര്യം നമ്മൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഖൈറാണോ ഷർറാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് വഴി, പ്രചരിപ്പിക്കുന്നത് വഴി ഒരുവന്റെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം, അഭിമാനം പിച്ചി ചീന്തപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ടെങ്കിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമീമത്ത് എന്താണെന്ന് പറയുന്നിടത്ത് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അന്നമീമത്തു നഖലു കലാമിൻ നാസി ബഅദിഹിം ഇലാ ബഅദിൻ അലാ ജിഹത്തിൽ ഇഫ്സാദ്. കുഴപ്പമുണ്ടാക്കുക, ഫിതന ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ ആളുകളുടെ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ. അത് ശരിയാകട്ടെ തെറ്റാകട്ടെ, അത് ഞാൻ പ്രചരിപ്പിച്ച ഓൻ ചെയ്തത് കൊണ്ടല്ലേ. വ്യഭിചാരാരോപണങ്ങളും അതേപോലെ തന്നെ പരസ്ത്രീകളുമായും പരപുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വലിയ ഒരു സംഭവമായിക്കൊണ്ടൊക്കെ ഷെയർ ചെയ്യപ്പെടുന്ന, അതൊക്കെ പ്രചരിപ്പിക്കുന്ന, ആ കാര്യത്തിൽ മണിക്കൂറുകൾ നീണ്ട സംസാരങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. വിശ്വാസിക്ക് പറഞ്ഞ ആ വിഷയത്തിലെ നിലപാടുകളെ കുറിച്ചുള്ള അന്വേഷണം പോലും ആരും നടത്താൻ സന്നദ്ധമാകുന്നില്ല. തന്റെ പാർട്ടിയിൽപ്പെട്ട ആളാണ് ഒരു തിന്മ ചെയ്തതെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും ന്യായീകരിക്കണം. തന്റെ എതിർചേരിയിലുള്ളവരാണ് ചെയ്തതെങ്കിൽ അതിനെ എന്ത് ശ്രമിച്ചുകൊണ്ടും എരപ്പാക്കണമെന്ന ചിന്തയാണ് സമൂഹത്തിന് ആളുകൾക്കുള്ളത്. സുഹൃത്തുക്കളെ, ഒരിക്കലും അത്തരം അവസ്ഥാവിശേഷം ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. ഒരിക്കലും ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകട്ടെയോ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ബലാ യാ റസൂലല്ലാഹ്, റസൂലേ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി അൽ മശാഊന ബിന്നമീമ, ജനങ്ങൾക്കിടയിൽ നമീമത്വമായി പരദൂഷണവുമായി പരന്നു നടക്കുന്നവരാണ്. അത് രാഷ്ട്രീയമാകണമെന്നൊന്നുമില്ല. അയൽവാസിയെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച്, സുഹൃത്തുക്കളെ കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ, പരദൂഷണം, മേശനയും പ്രചരിപ്പിക്കുന്ന ആളുകൾ, അതുമായി ഇങ്ങനെ നടക്കുക. ഒരു വീട്ടിൽ പോയി മറ്റേ വീട്ടിൽ പോയി പറഞ്ഞ്, ഫോൺ എടുത്ത് പറഞ്ഞ്, ഷെയർ ചെയ്ത്, ആളുകളെ വിളിച്ചറിയിച്ച്, അങ്ങനെ നമീമത്വമായി നടക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, അവൻ ചെയ്യുന്ന കാര്യം എന്താണ്? പരസ്പരം ഇഷ്ടമുള്ള ആളുകൾക്കിടയിൽ തെറ്റിക്കുകയാണ്, അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയാണ്, ഫിത്തനയും ഫസാദും ഉണ്ടാക്കുകയാണ്. അത്തരം ആളുകളാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രവുമല്ല, പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞത്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത കാര്യം, അവൻ ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ, അത് നമ്മൾ പറയുന്നത് അവനിക്ക് ഇഷ്ടമില്ല എങ്കിൽ അതിനെ ഹറാമായിക്കൊണ്ട്, ഗീബത്തായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ഉള്ളതാണെങ്കിൽ അത് നിങ്ങൾ അവനെക്കുറിച്ച് മോശം പ്രചരിപ്പിക്കലാണ്, ഇല്ലാത്തതാണ് എങ്കിൽ അത് നിങ്ങൾ കളവായി കൂടി രേഖപ്പെടുത്തപ്പെടുമെന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. ഈ കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു എന്ന് സത്യവിശ്വാസികളായ ആളുകളെ, പുരുഷന്മാരെയും സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇജ്തനിബു കസീറും മിനദ്ദൻ, നിങ്ങൾ ഊഹങ്ങളെ ഒഴിവാക്കണം. ഊഹങ്ങളാണ് പലപ്പോഴും പ്രചരിക്കപ്പെടും. അതവൻ ചെയ്തിരിക്കണം, അതങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. നിങ്ങളതെല്ലാം ഒഴിവാക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. കാരണം എന്താണ്? ഇന്ന ബഅദ ഇസ്മുൻ, നിങ്ങൾ ഊഹിക്കുന്ന പല ഊഹങ്ങളും അത് അങ്ങേയറ്റം കുറ്റകൃത്യമായ കാര്യങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം ചാരവൃത്തി നടത്തരുത്, നിങ്ങൾ ആളുകളെ കുറിച്ച് ഗീബത്ത് പറയരുത്, അന്യനെ കുറിച്ച് അനാവശ്യങ്ങൾ, അവൻ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ പറയുവാൻ പാടില്ല. കാരണം എന്താണ്? അയുഹിബ്ബു അഹദുകും അയകുല ലഹമ അഖീഹി മൈതൻ, നിങ്ങളുടെ സഹോദരൻ മരിച്ചിരിക്കുമ്പോൾ അവന്റെ പച്ച ഇറച്ചി കടിച്ചു തിന്നുന്നതിന് സമമാണ്
നിങ്ങൾ അവന്റെ ഗീബത്ത് പ്രചരിപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഏച്ചനയും പരദൂഷണവുമായി നടക്കുന്ന അന്യനെ കുറിച്ച് തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി അന്യനെ കുറിച്ചുള്ള അനാവശ്യങ്ങൾ, തിന്മകൾ, തെറ്റുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരുടെ ശിക്ഷയെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് പരലോകത്തെ ചെമ്പുകൾ കൊണ്ടുള്ള നഖം നൽകുകയും അതുകൊണ്ട് മുഖവും നെഞ്ചും കീറിപ്പറിക്കുന്ന, സ്വന്തം മുഖവും നെഞ്ചും മാരടവും കീറിപ്പറിക്കുന്ന ശിക്ഷയാണ് അത്തരം ആളുകൾക്ക് പരലോകത്ത് ലഭിക്കാനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഇത്തരം ഇലക്ഷന സമയങ്ങളിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഇഷ്ടമുണ്ടാകലും ഇഷ്ടക്കേടുണ്ടാകലും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതൊരിക്കലും നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന വിഷയത്തിലാകരുത്, നമ്മളുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാകരുത്. അതുകൊണ്ട് നമ്മുടെ ദുനിയാവിന് വേണ്ടിയോ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ആളുകൾക്ക് വേണ്ടിയോ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കുവാൻ നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ആളുകൾക്കും ചില സന്ദർഭങ്ങളിൽ ഇസ്ലാമിക മര്യാദകളൊക്കെ വെറും പേരിന് മാത്രമാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്യേണ്ടതില്ല എന്നാണ്. ഇലക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമസ്കാരം ആവശ്യമില്ല, അല്ലെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ത്രീകളാണ് എങ്കിൽ അവർക്ക് ഇസ്ലാമിക വസ്ത്രത്തിന്റെ ആവശ്യമില്ല, അവരുടെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നത്, അത്തരം കാര്യങ്ങളിലും തട്ടം വേണ്ടതില്ല, അല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെ ചില ധാരണകൾ ആളുകൾക്കുണ്ട്. ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ പല ആളുകളും സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന മട്ടാണ്. അണിഞ്ഞൊരുങ്ങി തയ്യാറായി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പോകുന്ന അവസ്ഥയിലാണ് ചില സ്ത്രീകളൊക്കെ ഇറങ്ങി പുറപ്പെടാറുള്ളത്. സഹോദരിമാരെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരാം. പക്ഷേ ആ സമയത്ത് ഒരിക്കലും നമ്മൾ നമ്മുടെ സൗന്ദര്യം വെളിവാക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വീടിന്റെ അകത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പെട്ടെന്നൊരു തട്ടം തലയിലേക്കിട്ട് ഇറങ്ങി പോകുന്ന അവസ്ഥയൊക്കെ നമ്മുടെ നാടുകളിൽ പല ആളുകൾക്കുമുണ്ട്. വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൾ ധരിക്കേണ്ട വസ്ത്രം എന്തായിരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ളത് പരിപൂർണമായും മറയുന്ന രൂപത്തിലായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത്. പല ആളുകൾക്കും കാല് ഔറത്താണെന്ന ചിന്ത പോലുമില്ല. കാല് കാണുന്ന രൂപത്തിൽ ചെരുപ്പ് മാത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളുണ്ട്. ഒരിക്കലും പാടില്ലാത്തതാണ്. മുഖം മറക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഉത്തമമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും നിർബന്ധമായും മറഞ്ഞുകൊണ്ടല്ലാതെ ഒരു പെണ്ണ് ഏത് സന്ദർഭത്തിലും പുറത്തിറങ്ങുവാൻ പാടില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എരിയാണിക്കിട്ടായുള്ള വസ്ത്രം അത് നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ സുഹൃത്തുക്കളെ, ഇത്തരം ദിവസങ്ങളിൽ നമസ്കാരം നഷ്ടപ്പെടുന്ന അവസ്ഥയും വിശ്വാസികൾക്ക് ഉണ്ടായിക്കൂടാ. ചില ആളുകളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ഇറങ്ങും, ബൂത്ത് ഏജന്റുകളായിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉണ്ടാകും. അവൻ ളുഹറും ഉണ്ടാകില്ല, അസറും ഉണ്ടാവുകയില്ല. രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമസ്കാരം ഒഴിവാക്കുവാൻ സുഹൃത്തുക്കളെ ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വ്യക്തി അസുഖമായി കൊണ്ട് കിടക്കുകയാണ്, ICUവിലാണെങ്കിൽ പോലും അവന് ബോധമുണ്ടോ, അവന് സ്വബോധമുണ്ടോ, അവൻ നമസ്കരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സാധ്യമാകുന്ന രൂപത്തിൽ വുളൂ ചെയ്യണം, അതിന് കഴിയില്ലെങ്കിൽ തയമ്മും ചെയ്യണം. അതിനും സാധ്യമാകാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടതില്ല, പക്ഷെ നമസ്കരിക്കണം. നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നവൻ അങ്ങനെ നമസ്കരിക്കണം, അല്ലെങ്കിൽ ഇരുന്നാകണം, അല്ലെങ്കിൽ കിടന്നാകണം. എങ്ങനെയാണോ സാധ്യമാകുന്നത് അവൻ നമസ്കരിച്ചിരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അത് ഇലക്ഷൻ ആകുമ്പോൾ നമസ്കരിക്കേണ്ടതില്ല എന്നില്ല. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പോയി നമസ്കരിക്കുന്ന അവസ്ഥ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമികമായ അധ്യാപനങ്ങളെ മാറ്റിവെക്കുന്ന അവസ്ഥാവിശേഷം ഇത്തരം സന്ദർഭങ്ങളിൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരലോകമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. സുഹൃത്തുക്കളെ, ഇഹലോകം എന്നുള്ളത് വളരെ നൈമിഷികമായ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പരലോകത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മുടെ സംസാരങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇലക്ഷൻ ആകുമ്പോൾ, രാഷ്ട്രീയമാകുമ്പോൾ എന്തും എവിടെയും പറയുന്ന അവസ്ഥയിലേക്കാണ് ചില ആളുകളുള്ളത്. എവിടെയും രാഷ്ട്രീയ ചർച്ചകളാണ്. പള്ളികൾക്കകത്ത് പോലും അനാവശ്യമായ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിൽ കാണാറുണ്ട്. നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് മാറി നിന്ന് രാഷ്ട്രീയ ചർച്ചകൾ, ദിവസങ്ങൾ നീണ്ട, മണിക്കൂറുകൾ നീണ്ട, ഒരാവശ്യവുമില്ലാത്ത ഹറാമായ കാര്യങ്ങൾ വരെ, അന്യനെ കുറിച്ചുള്ള അപവാദങ്ങൾ വരെ, ചില സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകൾ, ഒരിക്കലും പാടില്ലാത്ത, മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് പോലെ നടത്തുന്ന അവസ്ഥാവിശേഷമാണ് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാറുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് രാഷ്ട്രീയ ചർച്ചകൾ ആവാം,
നമുക്ക് അത്തരം കാര്യങ്ങൾ ഇടപെടാം, ഒരു കുഴപ്പവും ഇസ്ലാം പറയുന്നില്ല. പക്ഷേ അവിടെ പരലോകം നമ്മൾ മറന്നു പോകുവാൻ പാടില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെ വന്നാലും അവന്റെ പരലോകം മാത്രമായിരിക്കണം അവന്റെ ലക്ഷ്യമെന്ന് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഅല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുവാൻ, ജുമുഅ നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യുവാൻ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട സൂറത്താണ്. അതിൽ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ ദുനിയാവിൽ ഒരിക്കലും നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുവാൻ പാടില്ല. മനുഷ്യൻ അങ്ങനെയാണ്. അവൻ ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി, കേവലമായ നേട്ടങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടിയാണ് അവന്റെ ഭൂരിഭാഗം സമയവും സന്ദർഭവും അവൻ ഉപയോഗിക്കുന്നത്. പക്ഷേ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് ഏറ്റവും ഉത്തമമായത്, അതാണ് എന്നും ബാക്കിയാകുന്നത്. അവിടേക്ക് വേണ്ടിയുള്ള പണികൾ അവൻ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ് ആ വചനത്തിലൂടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ മാത്രമാണ് വിശ്വാസിയും യഥാർത്ഥ ബുദ്ധിമാനുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ച, റസൂലേ അയ്യുന്നാസി അഖിയസ്, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ എന്നാണ്. മരണത്തെക്കുറിച്ച് ഏറ്റവും നന്നായി ഓർക്കുന്നവൻ. ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ പരലോകത്തെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നവൻ, മരണത്തെക്കുറിച്ച് നന്നായി ഓർക്കുന്നവൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇഹലോകത്തെ നശ്വരമായ വളരെ കുറഞ്ഞ ദിവസവും സമയവും ആയുസ്സും ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, അവനാണ് ഏറ്റവും ബുദ്ധിമാനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താതെ പ്രവർത്തിക്കുവാൻ, അത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇലക്ഷൻ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവിടെ ഇസ്ലാമികമായ മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ സമൂഹത്തിൽ വേറെ ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരുടെ വിഷയമേ അല്ല. ഇലക്ഷനിൽ പങ്കെടുക്കലൊന്നും എനിക്ക് പറഞ്ഞ കാര്യമല്ല എന്ന രൂപത്തിൽ അനാവശ്യമായ ചർച്ചകളുമായി കൊണ്ടുവരുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങളിലുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഇലക്ഷൻ്റെയും അത്തരം ജനാധിപത്യ പ്രക്രിയകളുടെയും ഒക്കെ അതിൻ്റെ അസിലകളെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ട് ഒരു ആവശ്യവുമില്ലാത്ത ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും അതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക, ഇതൊന്നും എൻ്റെ പണിയല്ല, വോട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിലൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. ജനാധിപത്യ പ്രക്രിയകളുടെയും അതിൻ്റെ അസുലിൻ്റെയും ഹുക്കുമിൻ്റെയും വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട സന്ദർഭമല്ല ഇത്. മറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ രാജ്യത്തിൽ നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം നിർബന്ധമായി വിനിയോഗിക്കേണ്ട അവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയുണ്ടായി, ഹുക്കുമിനെ കുറിച്ച്, അഥവാ നമ്മുടെ നാട്ടിൽ അനിസ്ലാമികമായ രാജ്യത്ത് ജീവിക്കുന്ന ചില ആളുകൾ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്, ഫ്രാൻസിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്, ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഈ ഇലക്ഷൻ പ്രക്രിയകളിൽ ഞങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയെ കൊടുത്ത മറുപടി, അന അറാ അന്നൽ ഇന്തിഖാബാത്ത് വാജിബത്തുൻ, എൻ്റെ വീക്ഷണത്തിൽ ഇലക്ഷനിൽ പങ്കാളിയാവുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമെ സംബന്ധിച്ച് നിർബന്ധമാണ്, അത് വാജിബാണ് എന്നാണ് മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു, യജിബു അൻ നുഈന മൻ നറാ അന്ന ഫീഹി ഖൈറൻ, ഇലക്ഷൻ പ്രക്രിയകളിൽ നിങ്ങൾ എന്തിനാണ് പങ്കെടുക്കുന്നത്? അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ആ സ്ഥാനാർത്ഥികളിൽ ഖൈറുള്ള ആളുകൾ ആരാണോ അവരെ നിങ്ങൾ സഹായിക്കണം, അവരെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് ആ പാർട്ടിക്കാരനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്ന ചിന്തയല്ല. എനിക്കും എൻ്റെ നാടിനും ഉപകാരമുള്ളത് ആരാണോ ആ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്
നമ്മൾക്ക് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതല്ല സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരുത്തനെ എല്ലാ തവണയും തിരഞ്ഞെടുത്തത് കൊണ്ട് നമുക്കൊരു കാര്യവുമില്ല. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിൽ ഓരോ ദിവസവും മുസ്ലിമീങ്ങളെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമാണെങ്കിൽ അവനെ സൈഡാക്കുവാൻ, അവനെ മാറ്റി നിർത്തുവാൻ, ഭീകരവാദിയാക്കുവാൻ, അവന് യാതൊരുവിധ അവകാശവും നൽകാതിരിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം ഇലക്ഷൻ പ്രക്രിയകളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാതിരുന്നാൽ ഈ നാടിന് ആവശ്യമില്ലാത്തവരായിക്കൊണ്ടാണ് നേതൃത്വം അല്ലെങ്കിൽ ഭരണകൂടം അവരെ കണക്കാക്കുക. അതോടുകൂടി മുസ്ലിമീങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഒന്നും ലഭിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവും അവന്റെ കർമ്മവും നിലനിർത്തുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കൽ വാജിബാണ്, നിർബന്ധമാണ് എന്നാണ് മഹാനായ ഇബ്നു ഉസൈമീൻ പറയുന്നത്. മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസികളായ ആളുകൾ അവർ മത്സരിക്കുകയും അവർ നേതൃനിരയിലേക്ക് വരേണ്ടതുണ്ട് എന്നാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നല്ല ആളുകൾ, സമൂഹത്തിന് ഉപകാരം ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആരാണ് അവിടെ പകരം വരിക? നന്മയുള്ള ആളുകളൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളിൽ ഏറ്റവും ഷർറായ സയഹില്ലു മഹല്ലഹും അഹ്ലു ശർറ്, ഷർറിന്റെ ആളുകളായിരിക്കും, തിന്മയുടെ ആളുകളായിരിക്കും പിന്നെ അത്തരം ആളുകളിലേക്ക് ഉണ്ടാവുക. അതല്ലെങ്കിൽ അന്നാസു സൽബിയൂന അല്ലദീന മാ ഇൻദകും ഖൈറും വലാ ശർറുൻ, ഒരു ഖൈറും ഷർറും ഇല്ലാത്ത എന്തിനോ വേണ്ടി പണിയെടുക്കുന്ന ചില ആളുകളായിരിക്കും പിന്നെ അത്തരം സ്ഥാനങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഉപകാരമുള്ള ആളുകൾ അത്തരം രംഗങ്ങളിൽ കടന്നു വരേണ്ടതുണ്ട് എന്നും അതേപോലെ തന്നെ നാടിനും നാട്ടുകാർക്കും വിശ്വാസികൾക്കും ഉപകാരമുണ്ടാകുന്ന ആളുകളെ അവർ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, ഷേഖേ, നമ്മുടെ നാട്ടിൽ നമ്മൾ നന്മയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്തു, പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടത് മറ്റേയാളായി പോയി, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴും ഷേഖ് പറഞ്ഞത് അതിൽ യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ പങ്കാളിയായതും നല്ല ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, പക്ഷേ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് അത് നിങ്ങൾ കുറ്റക്കാരനാവുകയില്ല എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകേണ്ടതുണ്ട്. നമ്മൾ പരിപൂർണമായും അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത്. നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അപരവൽക്കരിക്കുന്ന, നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. മറിച്ച് സാധ്യമാകുന്ന രൂപത്തിൽ അതിൽ പങ്കാളികളാകാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ വിശ്വാസവും മൂല്യവും കാത്തു സൂക്ഷിക്കുവാൻ, പരലോകം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിന് ഉപകാരപ്രദമാകുന്ന, നാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന നേതൃത്വത്തെ നമുക്ക് നൽകി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണം റഹ്മാനെ.